ഹരേ കൃഷ്ണ. നാളെ 2026 ജനുവരി 5 തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലിയാണ്. ദേവസ്വം വക താലപ്പൊലി 2026 ഫെബ്രുവരി 6 വെള്ളിയാഴ്ചയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമായും ഈ 2 താലപ്പൊലി മഹോത്സവങ്ങളാണ് നടക്കാറുള്ളത്. ഈ 2 എണ്ണവും ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയോട് ചേർന്ന് ഭഗവാന്റെ ഇടത്ത് ഭാഗത്തായി കുടികൊള്ളുന്നതാണ് ഇടത്തരികത്ത് ഭഗവതിയമ്മ. താലപ്പൊലി സംഘം എന്ന നാട്ടുകാരുടെ കൂട്ടായ്മയാണ് പിള്ളേര് താലപ്പൊലി നടത്തുന്നത്. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നിറപറ സമർപ്പിക്കൽ. ഈ ദിവസം ആയിരക്കണക്കിന് ഭക്തർ മഞ്ഞൾ പൊടിയും കുങ്കുമവും കൊണ്ട് അഭിഷേകം നടത്തുകയും നൂറുകണക്കിന് നിറപറകൾ, അവില്, പൂവ്, നെല്ല്, പലതരം വസ്തുക്കൾ ഭഗവതിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആഘോഷത്തിൽ ഭക്തരുടെ ദുഃഖങ്ങൾ ഭഗവതി അഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. ഈ ദിവസം ഭഗവതിയുടെ പ്രതിനിധിയായി കോമരം, മഞ്ഞൾ, കുങ്കുമം എന്നീ വസ്തുക്കളാൽ തലയിലൂടെ അഭിഷേകം ചെയ്യുന്നതും ഭക്തരെ മഞ്ഞളിൽ ആറാടിക്കുന്ന ഒരു ചടങ്ങും വളരെ ഭക്തിസാന്ദ്രവും കാഴ്ചയ്ക്ക് അതീവ ഹൃദ്യവുമാണ്. പ്രമുഖ വാദ്യ കലാകാരന്മാരുടെ മേളവും പഞ്ചവാദ്യവും അകമ്പടി സേവിച്ചുകൊണ്ട് ഭഗവതിയുടെ കുളപ്രദക്ഷിണ ചടങ്ങും ഈ ദിവസം നടത്തപ്പെടുന്നതാണ്. രാത്രിയിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള കളം പാട്ടും ഉണ്ടാകും. താലപ്പൊലി നടക്കുന്ന ദിവസം, അതായത് നാളെ, ഗുരുവായൂർ ക്ഷേത്രനട നേരത്തെ ഏകദേശം 11:30 തന്നെ അടയ്ക്കുന്നതാണ്. ഉച്ചയ്ക്ക് 12 ദേവി സർവാഭരണ വിഭൂഷിതയായി കാവിറങ്ങും. ഏകദേശം 4.5 മണിക്കൂറോളം ഭക്തർക്കിടയിലായിരിക്കും കാവിലമ്മ. താലപ്പൊലിക്ക് മാത്രമേ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവാറുള്ളൂ. 3:30 പറകൾ ഏറ്റുവാങ്ങി ദേവി മഞ്ഞളിൽ ആറാടും. പറകളെല്ലാം ഏറ്റുവാങ്ങി കുളപ്രദക്ഷിണവും കഴിഞ്ഞാൽ ഭഗവതി 4:30 ശേഷം കാവിലേക്ക് തിരികെ കയറും. ഇടത്തരികത്ത് കാവിലമ്മയുടെ പൊന്നിൻ ചിലമ്പും പൊൻവാളും കളമെഴുത്തും പാട്ടും ആയിരക്കണക്കിന് നിറപറകളും ഭക്തിയുടെ ഒരു നിറകാഴ്ച സമ്മാനിക്കുന്ന താലപ്പൊലി മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഹരേ കൃഷ്ണ.